ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൈദ കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനായിട്ട് 2 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ മൈദ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തേങ്ങ ചിരകിയതുണ്ട്. തേങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എത്രത്തോളം മൈദയാണോ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ഉപ്പ്, വെള്ളം, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ഓരോ പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ അപ്പം ചുടാനായിട്ട് കുഴച്ചെടുക്കുന്ന അതേ പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ചെറിയ ഉള്ളി കുറച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇതിൽ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കാന്താരിമുളക്. കാന്താരിമുളക് ഇല്ലാത്തൊരു സാധാ മുളക് എടുക്കാം. ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അത് ചുമന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. നന്നായിട്ട് ചുമന്ന് വന്നു കഴിയുമ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉള്ളി അരിഞ്ഞ് നമ്മൾ ഉള്ളി മൂപ്പിച്ച് കഴിയുമ്പോഴുള്ളൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ പാറി കിടക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. നമ്മളെല്ലാവരും അപ്പം ചുട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ കോരി ഒഴിച്ച് റൗണ്ട് ചെയ്തെടുക്കുക. ഒത്തിരി കട്ടിയായി പോകാതെയും ഒത്തിരി കനം കുറഞ്ഞു പോകാതെയും ഒരു മീഡിയം ടൈപ്പിൽ നമുക്ക് കോരി ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 വശങ്ങളും ചെറുതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. ഇപ്പോൾ മൈദ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.